നമസ്കാരം. ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ഇല്ല. ഇന്ന് ഞാൻ തന്നെയാണ് ലൈവായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് ലൈവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസിൻ്റെ അവസ്ഥയെ പറ്റിയിട്ടാണ്. അയാളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് ഞാൻ ഇപ്പോഴും പറയുകയാണ്, അവിടെയുള്ള സ്ത്രീകൾ തന്നെയാണ്. അവരെ താങ്ങാൻ പോയത് കൊണ്ട് തന്നെയാണ് അയാൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അനുമോള് എന്ന് പറയുന്ന വ്യക്തിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അനീഷിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ തന്നെ മെയിനായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം ഷാനവാസ് ഇനി പോയിരിക്കുകയാണ്, ഇനിയിപ്പോൾ അനീഷ് മാത്രമേ ഉള്ളൂ. നൂറേന് അവർക്ക് വലിയ ഭയമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നൂറൊക്കെ വലിയ ആൾക്കാരൊന്നും ഇല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇപ്പോൾ അനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനീഷിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അറിയാം, സ്നേഹത്തോട് കൂടിയിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ക്രഷാണ്, അയ്യോ അനുമോളുമായിട്ടുള്ള കോംബോയാണ്, ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, മനുഷ്യൻ്റെ മനസ്സ് മുഴുവൻ മാറ്റുക എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴേ. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഈ അനുമോള് എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് അവിടെ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത്. ഷാനവാസ് ആശുപത്രിയിലാകാൻ തന്നെ കാരണം തന്നെ എന്ന് പറഞ്ഞാൽ ഈ അനുമോള് തന്നെയാണ്. അനുമോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡബിൾ സ്റ്റാൻഡുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നലെ നമ്മളെല്ലാവരും ഇത് ലൈവ് കാണുമ്പോൾ ഓർമ്മയുണ്ടോ? അതായത് ഇനി എല്ലാവരും ബെഡ്ഷീറ്റുകൾ മടക്കി സ്വന്തമായിട്ട് വെക്കണം എന്നുള്ള തരത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാൻഡാണ്, അവരുടെ സ്റ്റാൻഡ് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുക. എന്നാൽ അവർക്ക് എല്ലാത്തിലും ഉണ്ടോ ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡും? 5 സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ 5 സ്റ്റാൻഡും ഉണ്ട് ഈ അനുമോള് എന്ന് പറയുന്ന ഫേക്കായ വ്യക്തിക്ക്. അവിടെ ഏറ്റവും കൂടുതൽ ഫേക്കായിട്ട് കളിക്കുന്നത് അനുമോള് തന്നെയാണ്, വേറെ ഒരു മനുഷ്യനുമല്ല. അനുമോള് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫേക്കായിട്ട് കളിക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഷാനവാസ് ആശുപത്രിയായിട്ട് ഇവറ്റകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇവറ്റകൾ എന്തെങ്കിലും ചോദിക്കാൻ നിന്നിട്ടുണ്ടോ? ഇവർക്ക് സന്തോഷത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുമില്ല ഇവർക്ക് സന്തോഷത്തിന്. ഇവരെല്ലാവരും നല്ല നല്ല ഹാപ്പിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്. അതായത് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോരോ ആൾക്കാർ എടുത്തിട്ട് പോകണം. ഇത്രയും സീസൺ വന്നിട്ട് ഇത്രയും സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയുക, സ്ത്രീകൾ അവിടെ പിടിച്ചു, ഇവിടെ നോക്കി, അവിടെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തമായിട്ട് ഇവിടെ വരുന്ന മത്സരാർത്ഥികളെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ അനുമോള് തന്നെയാണ്. അനുമോള് അതുപോലെ തന്നെ കൂടിയിരിക്കുന്ന മാരകവിഷമായ ആദിലയും കൂടിയിട്ടാണ്. വേറെ ആരുമല്ല അവിടുന്ന്. വേറെ ഒരു വ്യക്തികൾ പോലും ഇത്രയും വിഷത്തോടു കൂടി സംസാരിക്കുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം അവിടെ 10-70 ക്യാമറയുണ്ട്. ബോധമുള്ള ഒരാളും അവിടെ ഒരു സ്ത്രീ അങ്ങനെ നോക്കത്തില്ല. ഇനി അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിലുള്ള ടീമിനും അറിയാം, എല്ലാവർക്കും അറിയാം. എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെയൊക്കെ കുടുംബം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇവൻ്റെയൊക്കെ അച്ഛനമ്മമാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം അക്ബർ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല, ശരിയാണ്. പക്ഷെ ഒരു ഗെയിം ആകുമ്പോഴും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ തട്ടിയും മുട്ടിയെന്നൊക്കെ വരും. ഇപ്പം നമ്മളൊരു തിരക്കുള്ളൊരു ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴേ നമ്മൾക്ക് ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മുട്ടിയെന്നൊക്കെ വരും. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാം, അതിൻ്റെ അകത്ത് കീടങ്ങൾ ഉണ്ടാകാം, അവരെ തുറന്ന് കാണിക്കുക തന്നെ വേണം. പക്ഷേ ഇതൊരു ഗെയിമിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയുക, അതുപോലെ തന്നെ ഇതൊരു സ്ട്രാറ്റജി ആക്കാൻ നോക്കുക. ഇന്നലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ തന്നെ ഇവർ പെടുത്താൻ നോക്കിയിട്ടുണ്ട്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ അനീഷിനെ പെണ്ണ് കേസിൽ എന്തെങ്കിലും പെടുത്തിയിട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതൊരു മൈലേജ് ആകും എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന ടീമുകളാണ് ഈ ആദിലയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളും. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഗെയിമർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തന്നെയാണ്. അവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കണം എന്നുള്ളൊരു വിചാരം പോലും ഈ അനുമോളയ്ക്ക് ഇല്ല, അല്ലെങ്കിൽ അവിടെയുള്ളവർക്കില്ല. ഇതിങ്ങനെ ആളിക്കത്തിച്ചു കൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അനുമോളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കിച്ചണാണ്. ആകെ അറിയുന്നതെന്ന് പറഞ്ഞാൽ കിച്ചൺ ഡ്യൂട്ടി മാത്രമാണ്. ഇത് നഷ്ടപ്പെട്ടുണ്ടായ ഒരു വലിയൊരു വിഷമമാണ് അനുമോളെ ഈ ഒരു ഗതിയിലാക്കിയത് എന്ന് ഞാൻ പറയുള്ളൂ. ഇവിടെ ഇപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ പൈസ വാങ്ങിച്ചിട്ട് തന്നെ. അല്ലാതെ ഈ അനുമോൾക്ക് വേണ്ടിയിട്ട് തമ്മത്തല്ലാൻ ഇവരാരെ കുഞ്ഞമ്മേൻ്റെ മക്കളൊന്നും അല്ലല്ലോ. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അനുമോൾക്ക് വേണ്ടിയിട്ട് അരിയും തലയും മുറുക്കിയിട്ട് തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇതിൻ്റെ അകത്തുനിന്ന് ഈ പിന്നെ വീഡിയോ ചെയ്തിട്ട് വലിയ കാശൊന്നും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ എന്ന് പറഞ്ഞ് ഇങ്ങനെ തല്ലേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എവിടുന്നോ നല്ല രീതിയിൽ ഇവർക്കൊക്കെ കിട്ടുന്നുണ്ടാവാം. അത് അവർ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കാതെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് കമൻ്റ് ഇടുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ആരുടെയാണ് ഇഷ്ടം? അനീഷിനെയാണെങ്കിൽ അനീഷിന് കൊടുക്കുക. അനീഷിൻ്റെ നന്മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് ഇന്നലെ ഷാനവാസ് പോയി കഴിഞ്ഞപ്പോഴും അയാൾ
ഷാനവാസിന് വേണ്ടിയിട്ട് തന്നെയാണ് കരഞ്ഞിരിക്കുന്നത്. അയാൾക്ക് കപ്പിൻ്റെ വിചാരമോ അല്ലെ വേറെ ഒന്നുമില്ല. അയാൾക്ക് ആകെയുള്ളത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം മാത്രമാണ്. പക്ഷെ ഇവറ്റകൾ അത് അർഹിക്കുന്നുണ്ടോ? അയാളുടെ മനുഷ്യത്വം ഇവർ മിസ്യൂസ് ചെയ്യല്ലേ ചെയ്യുന്നത്? അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അയാളുടെ മനുഷ്യത്വം ഇവർ കളിയാക്കിയിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ മിസ്യൂസ് ചെയ്യല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര വെളുപ്പിച്ചു കഴിഞ്ഞാലും ഈ അനുമോളെ വെളുപ്പിക്കാൻ കഴിയില്ല. കാരണം അവരുടെ റിയൽ ഫേസ് ഇതല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ റിയൽ ഫേസ് നല്ല രീതിയിൽ അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭിനയ റാണി തന്നെയാണ് അവർ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കാനും അതിനൊക്കെ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അനുമോളെ പറ്റിയിട്ടൊന്നും പറയാൻ പാടില്ല. അനുമോള് പറയുന്നതൊക്കെ നമ്മൾ അനുസരിച്ച് നിന്നോളാം. അനുമോള് പറയുന്നതാണ് ശരി. അനുമോളക്കെതിരെ ഇവൻ വരുന്നു അവൻ വരുന്നു, എന്ത് മാങ്ങാത്തൊലിയാണ് വരുന്നത്. അനുമോൾ അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അനുമോളുടെ വേറൊരു സ്റ്റാൻഡ് ഇതാണ്. അനുമോൾ എല്ലാ ദിവസവും പറയുന്നത് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണെന്ന് പറയും. എന്നിട്ട് അനുമോൾ ഇടുന്ന ചില ഡ്രസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് അങ്ങനെയാണെങ്കിൽ അനുമോൾക്ക് നല്ല രീതിയിലുള്ള ചുരിദാറൊക്കെ ഇട്ട് നടന്നാൽ പോരെ. എന്തിനാ അങ്ങനെ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നാദില നൂറമാരോട് കാണണ്ടേ, മക്കളെ ഇങ്ങനെയൊന്നും ഇട്ട് നടക്കരുതട്ടാ, കാരണം കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാന്ന്. എന്തിനാ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം പ്രദർശിപ്പിക്കുന്നത്? നമ്മൾ നല്ല പിന്നെ എന്താ പറയുക, ഈ പാൻറ്റോ ഇതൊക്കെ ഇട്ട് നടന്നാൽ പോരെ, നമ്മൾ ഈ ബർമുടി ഒന്നിട്ട് നടക്കണ്ട മോളെ എന്ന് പറഞ്ഞൂടെ? അത് പറയത്തില്ലല്ലോ. അതെന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, അവരുടെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗെയിമിലൂടെ അവർക്ക് വേറെ ഒരു ഗെയിമും കഴിയില്ല. അവർ ഈ മത്സരത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഒരു എഫേർട്ടും എടുക്കുന്നില്ല. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമിലും താല്പര്യമില്ല. അവർക്കറിയാം എനിക്ക് ഒരുപാട് ഫാൻസുകളുണ്ട്, അവർ വോട്ട് ചെയ്തോളും. മരമണ്ടന്മാരായ കുറേ ഫാൻസുകൾ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇവിടെ ഒരു പണിയും ചെയ്യണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അനുമോള് ഒരു കാരണവശാലും അവിടെ നിൽക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയല്ല. അവരെ ഇങ്ങനെ പിന്താങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു സംഭവം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇവിടെ അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട്, അനുമോള് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഒരു വലിയ ടീമാണ്. അതൊരു വലിയ കോക്കസാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഇതുവരെ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാർ, അവരുടെയൊക്കെ സഹകരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അനുമോളെ കപ്പടിച്ചിട്ട് വിടുകയുള്ളൂ, വേറൊരു ചാനലിന് നിശ്ചയമുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചാനലുകളിലെ ആൾക്കാർ വരെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കമൻ്റ് ഇടാനും, കാരണം അനുമോളൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോളുടെ കൂടെ വർക്ക് ചെയ്ത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 1000-1500 പേരുണ്ട്, ഒരു 2000 പേരുണ്ടാകും, പിന്നെ എല്ലാം കൂടിയിട്ട് ഒരു 5000 പേരുണ്ടാകും. ഇവരൊക്കെ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് വരുന്ന തെറിവിളികൾ, അനുമോളുടെ പേരിൽ വരുന്ന തെറിവിളികൾ, അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. ഇപ്പോഴിവിടെ എന്താണ് ഇവരൊക്കെ പറയുന്നത്? അനീഷിൻ്റെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ തെറിവിളിക്കുന്നത് എന്നൊക്കെയാണ്. ഇവരാദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് അകത്ത് കളിക്കുമ്പോൾ തന്നെ പുറത്ത് ഇവരുടെ വീട്ടുകാർ, അതായത് സഹോദരിയൻ ആദ്യം തന്നെ വന്ന് പറഞ്ഞത് ഇതാണ്, അനീഷിൻ്റെ വീട്ടുകാർ എന്നെ തെറി എന്തിനാ വിളിക്കുന്നത്? അനീഷിൻ്റെ വീട്ടുകാർ ഇവരെ തെറി വിളിച്ചുകൊണ്ട് എന്തെങ്കിലും നടക്കുമോ? ഇവിടെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജനങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി ചിന്തിക്കേണ്ട ഒരു ഗതിയിലേക്കാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.